BJP ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ ഈ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് BJP നേതൃത്വം. നാളെയാണ് കോർ കമ്മിറ്റി ചേരുന്നത്. അതിലൊരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നേതാക്കൾക്കെതിരെ മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗവും രംഗത്തുണ്ട്. എന്തായാലും അവിടെയും കലുഷിതമാണ് അല്ലേ? തീർച്ചയായും സംസ്ഥാന തലത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJP ഘടകത്തെ വലിയ രീതിയിൽ തന്നെ ആടിയുലപ്പിച്ച ഒരു വിവാദമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഫണ്ട് വലിയ രീതിയിൽ ലക്ഷങ്ങളുടെ തിരിമറിയാണ് നേതാക്കൾ ഇടപെട്ട്, അതായത് ഉന്നതരായ നേതാക്കൾ ഇടപെട്ട് ഈ തിരിമറിക്ക് പങ്കുണ്ട് എന്ന രീതിയിലാണ് ഓരോ ദിവസം കഴിയുന്നതോറും തെളിവുകളൊക്കെ പുറത്തു വരുന്നു, കൂടുതൽ ശബ്ദരേഖകളൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ സംസ്ഥാന സെക്രട്ടറി പദവിയിലുള്ള പോലും പ്രതിക്കൂട്ടിലാകുന്ന രീതിയിലാണ് ഈ തെളിവുകളും രേഖകളും ഒക്കെ പുറത്തു വരുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിദേശത്താണ്. അദ്ദേഹം നാളെയാണ് മടങ്ങിയെത്തുന്നത്. അദ്ദേഹം മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ ശക്തമായ നടപടി, അതായത് കുറ്റാരോപിതരും പ്രതിക്കൂട്ടിലായി നിൽക്കുന്നവർക്കെതിരേക്ക് ഒരു അന്വേഷണം നടത്തി ആഭ്യന്തര അന്വേഷണം ആദ്യം ഉണ്ടാകും. നാളെ അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ BJPയുടെ കോർ കമ്മിറ്റി വിളിച്ചു ചേർക്കുമെന്നാണ് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ വരുമ്പോൾ ആ കോർ കമ്മിറ്റിയിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കും. വലിയ ഒരു വിഭാഗം ഇപ്പോഴും ഇതിനെതിരെ, അതായത് ഇത് കൃത്യമായി വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല, ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഒരു വിഭാഗം രംഗത്തുണ്ട്. മാത്രമല്ല ഇത് ആരെയും സംരക്ഷിക്കാൻ പാടില്ല. ഇത് നൽകുന്ന തെറ്റായ മെസ്സേജ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആഘാതം സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJPക്ക് സംഭവിക്കും. അതുകൊണ്ട് ഇപ്പോഴേ ഇത്തരം പ്രവണതകൾ നുള്ളിക്കളയണമെന്ന രീതിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അത് സമ്മർദ്ദം ചെലുത്തി ഒരു വലിയൊരു വിഭാഗം ഇപ്പോഴും BJPക്ക് ഉണ്ട്. കുറ്റക്കാരെ ഒരു കാരണവശാലും വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല. 3 MLA-മാർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നു. അതിന്റെ തിളക്കം മുഴുവനും കെടുത്തുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ, അല്ലെങ്കിൽ അഴിമതി ആരോപണം, ഫണ്ട് തട്ടിപ്പ് വലിയ രീതിയിലാണ് ദേശീയ നേതൃത്വത്തെ പോലും ചൊടിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വത്തിൽ ശക്തം ഇടപെടൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ നാളെ മടങ്ങിയെത്തുമ്പോൾ കോർ കമ്മിറ്റിയിൽ വളരെ ശക്തമായ നടപടി പ്രതിക്കൂട്ടിലായവർക്കെതിരെ സ്വീകരിക്കണമെന്നൊരു ആവശ്യം ഉയരുകയും ആ രീതിയിലൊരു നിലപാടുണ്ടാവുകയും ചെയ്യും. കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. നാളെ തന്നെ അത് ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് തന്നെ കടക്കും. ഇത് ഏത് കാരണവശാലും ഇതിൽ ആരോപിതരായ മുഴുവൻ പേർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഒരു വിഭാഗം ശക്തമായി ആവശ്യപ്പെടുന്നത്. അതേസമയം നാളെ ഈ കോർ കമ്മിറ്റി ചേരുമ്പോൾ ആദ്യപടി എന്ന രീതിയിൽ ഒരു ആഭ്യന്തര അന്വേഷണമായിരിക്കും പ്രഖ്യാപിക്കുക. ആഭ്യന്തര അന്വേഷണം വെച്ചാൽ പാർട്ടി തലത്തിൽ സംസ്ഥാന നേതൃത്വം ഒരു കമ്മീഷൻ രൂപീകരിച്ച് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുക. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പോലീസിൽ ഇത് സംബന്ധിച്ച് നിലവിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല, കാര്യമായ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പോലീസിലൊരു അന്വേഷണമൊക്കെയോ അല്ലെങ്കിൽ പരാതിയൊക്കെ വരുമ്പോൾ സർക്കാർ തലത്തിലുള്ള ഒരു അന്വേഷണമൊക്കെ ഉണ്ടാകുമോ എന്നത് അത് രണ്ടാമത്തെ ഘട്ടമാണ്. എന്തായാലും ആദ്യ ഘട്ടം എന്ന നിലയിൽ ഈ വളരെ ഗൗരവത്തോടെ പാർട്ടി സംസ്ഥാന ഘടകം വലിയ രീതിയിൽ വെട്ടിലാകും പ്രതിരോധത്തിലാകുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. സംസ്ഥാന അധ്യക്ഷൻ ഈ കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അദ്ദേഹം വിദേശത്താണ്. നാളെ മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹം ഇതിൽ മറുപടി പറയേണ്ടി വരും. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം ഉത്തരം നൽകേണ്ടി വരും. എന്തായാലും വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു വിഷയത്തിൽ നാളത്തോടുകൂടി ഇനി എന്താണ് സംസ്ഥാന ഘടകത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത് എന്ന രീതിയിലുള്ള തീരുമാനം നമുക്കറിയാൻ പറ്റും. എന്തായാലും കഴിഞ്ഞ ദിവസം PK കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിയാണ് രംഗത്ത് വന്നത്. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ ഒരു നിലപാട് എടുക്കുമോ എന്നാണ് അറിയേണ്ടത്.